ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് ഓൺ വോയിസ് ഇവിടെയാണ്. അപ്പോൾ കുറച്ച് ദിവസം മുമ്പ് ഞങ്ങളൊരു ഗേൾസ് ഓൺലി ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. വർക്കലയ്ക്കാണ് ഞങ്ങൾ പോയത്. അപ്പോൾ തൃശ്ശൂർ ടു വർക്കല ട്രെയിനാണ് കേട്ടോ പോയത്. രാത്രി 12 മണിക്ക് കയറിയിട്ട് രാവിലെ ഒരു 5:30 ആയപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. 6 മണിയൊക്കെ ആയപ്പോഴേക്കും റിസോർട്ടിലെത്തി ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇവിടെയാണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത്. അപ്പോൾ നല്ല അടിപൊളി ആംബിയൻസ് ഉള്ള ഫുൾ പ്രൈവസിയോടുകൂടി നല്ലൊരു അടിപൊളി വൈബായിട്ടുള്ള ഒരു റിസോർട്ട് തന്നെയായിരുന്നു അത്. അവിടെ എത്തി എങ്ങനെയും കിടന്ന് ഉറങ്ങാമെന്ന് മാത്രമേ ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം ടിക്കറ്റ് ഒന്നും ബുക്ക് ചെയ്യാണ്ട് പോയതുകൊണ്ട് തന്നെ കുറേ ദൂരം നിന്ന് ട്രാവൽ ചെയ്യേണ്ടി വന്നു. അത്രയും തിരക്കായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തി കിടന്നുറങ്ങി ഒരു 10:30 ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകാനായിട്ട് ഞങ്ങൾ ഫ്രഷ് ആയിട്ടോ. അപ്പോൾ ഫ്രഷ് ആയത് പുറത്തൊരു അടിപൊളി വിൻറ്റേജ് വൈബിളൊരു ഓപ്പൺ ഷവർ ഉണ്ടായിരുന്നു, അവിടെയായിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ തൊട്ടടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് ആ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് തേക്കാനായിട്ട് 2 ചാട്ടൊക്കെ ചാടി. പിന്നെ അതിൻ്റെ ക്ഷീണം മാറ്റാൻ വീണ്ടും കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരു 3 മണിയൊക്കെ ആയപ്പോൾ ക്ലിഫിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് എണീറ്റ് റെഡിയായി. പക്ഷേ 3 മണിക്ക് റെഡി ആയെങ്കിൽ ഞങ്ങൾ ക്ലിഫിൽ എത്തിയത് ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ മേക്കപ്പും ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അത്രയും സമയമായിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ക്ലിഫിൻ്റെ സൈഡിലുള്ള എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും വാങ്ങിയൊന്നുമില്ല, പക്ഷേ എല്ലാ ഷോപ്പിലും കയറി ഇറങ്ങി നോക്കി. അങ്ങനെ ഇഷ്ടപ്പെട്ടു എന്ന് പറയാൻ മാത്രം സാധനങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരു 9:30 ആയപ്പോൾ ഞങ്ങൾ റെസ്റ്റോ ബാറിൽ കയറിയിട്ട് ഡിന്നർ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്താ പറയുക, ഒരു പ്രത്യേക ഫീൽ തന്നെയായിരുന്നു കേട്ടോ. ബീച്ചിൻ്റെ സൈഡിൽ രാത്രി ലൈറ്റ് മ്യൂസിക് ഒക്കെ ആയിരുന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട്. പിന്നെ അത് കഴിഞ്ഞൊരു 10:30 ആയപ്പോൾ ഞങ്ങൾ തിരിച്ച് റിസോർട്ടിലെത്തി. ഒരു മണി വരെയൊക്കെ ഞങ്ങൾ സംസാരിച്ചിരുന്നിട്ടാണ് കേട്ടോ ഉറങ്ങിയത്. അത് ഞാൻ പിറ്റേ ദിവസം ഒരു 11 മണിയൊക്കെ ഞങ്ങൾ തിരിച്ചു പോന്നിട്ടുണ്ടായിരുന്നേ. അപ്പോൾ 11 മണിക്ക് പോന്നിട്ട് പിന്നെ ഞങ്ങൾ ഒരു 5 മണി 5:30 ആയപ്പോൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം അന്നത്തെ ദിവസം ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ റെയിൽവേ സ്റ്റേഷൻ അടുത്തുള്ള നേതി പോയിട്ട് മന്തി കഴിച്ചിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിൽ പോയത്. അപ്പോൾ അത്രേ ഉള്ളൂ, ബൈ.